ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചോയ്സ് ഓഫ് ഗുഡ്സ് ആണ്. ചോയ്സ് ഓഫ് ഗുഡ്സ്. ദർ ഈസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് to be included in the national income estimates. Generally, the goods or services having money value are included in national income, but there are goods and services which do not have corresponding flow of money payment. അപ്പോൾ ഇതിൽ ചോയ്സ് ഓഫ് ഗുഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഗുഡ്സാണ് നമുക്ക് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരുന്നത്. നമുക്കറിയാം പല ടൈപ്പ്, അതായത് ഫസ്റ്റ് ഹാൻഡ് ഗുഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഉണ്ടാവും, തേർഡ് ഹാൻഡ് ഗുഡ്സ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഗുഡ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗുഡ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേഷനിലേക്ക് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ഫസ്റ്റ് ഡിഫിക്കൽട്ടിയാണ്. അതുപോലെ സെക്കൻഡായിട്ട് ചോയ്സ് ഓഫ് മെത്തേഡാണ്. It is also difficult to decide which method is to be used in the estimation of national income. നമ്മൾ പല ടൈപ്പ് മെത്തേഡ്സ് കണ്ടു. ഒന്ന് ഔട്ട്പുട്ട് മെത്തേഡ് കണ്ടു, അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് കണ്ടു, എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടു. ഇതിൽ നമുക്ക് ഏത് മെത്തേഡാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടി അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ്, ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ദ ജനറൽ വ്യൂ is to use this method simultaneously depending upon the availability of statistical data. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഏത് വേണം എന്നുള്ള സെലക്ഷനാണ് നമ്മുടെ രണ്ടാമത്തെ ഡിഫിക്കൽട്ടി. തേർഡ് വൺ, നോൺ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഫോറിൻ ഫേംസ്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇൻകം അറൈസ് ചെയ്യുന്ന ഫോറിൻ ഫേംസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ ഫേംസിൻ്റെ ആക്ടിവിറ്റീസിൽ നിന്നും ഇൻകം അറൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട്, ഇമ്പോർട്ട് അല്ലെങ്കിൽ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിൻ ഫേംസിൻ്റെ ഇൻകവും നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഫോറിൻ ഫേംസിൻ്റെ ആക്ടിവിറ്റീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നോൺ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഫോറിൻ ഫേംസ്, അതും ഒരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടിയാണ്. ഫോർത്ത് വൺ, ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ്. പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ നമ്മൾ പറയുന്ന ടേമാണ് ഇൻഫ്ലേഷണറി പ്രഷർ. ഇൻഫ്ലേഷണറി പ്രഷറും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടാക്കും. ഓക്കെ, ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്കോണമിയിൽ വേരിയേഷൻസ് വരും, എക്കോണമി സ്റ്റേബിൾ അല്ലാതെ മാറും. അപ്പോൾ അതും നാഷണൽ ഇൻകം കാൽക്കുലേഷന് ഒരു ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രിവലൻസ് ഓഫ് ഇല്ലീഗൽ ഇൻകം ആൻഡ് ബ്ലാക്ക് മണി. Earned from gambling, illicit production of liquor, wine, etc. form a major share of money circulation. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻകം, അതുപോലെ തന്നെ ബ്ലാക്ക് മണി, ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഇൻകം അല്ലെങ്കിൽ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് അൺഅക്കൗണ്ടഡ് മണിയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽ റെക്കോർഡ്സിലില്ലാത്ത അൺഅക്കൗണ്ടഡ് മണിയാണ്. അപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള നാഷണൽ ഇൻകം അല്ലെങ്കിൽ ആ ഇൻകത്തിൻ്റെ മാത്രമേ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരുന്നുള്ളൂ. ഒഫീഷ്യൽ ഇൻകം മാത്രം അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻകം മാത്രമാണ്, അക്കൗണ്ടഡ് മണി മാത്രമാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരുന്നത്. അൺഅക്കൗണ്ടഡ് മണി ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. അതാണ് പ്രിവലൻസ് ഓഫ് ഇല്ലീഗൽ ഇൻകം ആൻഡ് ബ്ലാക്ക് മണി. നെക്സ്റ്റ് വൺ, ഇലിറ്ററസി ഓഫ് ദ പീപ്പിൾ. Illiteracy of the people എന്ന് പറയുന്നത്, due to illiteracy some producers have no idea of the quantity and value of their product. This happens specifically in the case of agricultural products. അതായത് ചില പ്രൊഡ്യൂസേഴ്സിന് ചില കാര്യങ്ങളിൽ അവർക്ക് എത്ര ക്വാണ്ടിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ വാല്യൂ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അവർ ഇലിറ്ററേറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടാണ് ഫാമേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് ഈ കറക്റ്റ് വാല്യൂ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് കീപ്പിംഗ് പ്രോപ്പർ അക്കൗണ്ട്സ് ആണ്. Lack of keeping proper accounts. Most of the people do not have the habit of keeping regular accounts with regard to the total consumption, expenditure and amount of money saved. ഇപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു
കൃത്യമായിട്ട് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് അങ്ങനെ റെഗുലറായിട്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് റെഗുലർ അക്കൗണ്ട്. അധികം ആളുകൾക്കും കൃത്യമായിട്ട് അക്കൗണ്ട് റെഗുലറായിട്ട് കീപ്പ് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവരുടെ പ്രോഫിറ്റ് ആയാലും അതുപോലെ തന്നെ അവരുടെ വേജ് ആയാലും ഇൻട്രസ്റ്റ് ആയാലും എല്ലാം വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ലാക്ക് ഓഫ് കീപ്പിംഗ് പ്രോപ്പർ അക്കൗണ്ട്സ് ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. ദെൻ നോൺ മോണിറ്റൈസ്ഡ് ട്രാൻസാക്ഷൻ. നോൺ മോണിറ്റൈസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് മണി ടേംസിൽ പറയാനായിട്ട് സാധിക്കില്ല. ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് മണി ടേംസിൽ പറയാം. പക്ഷേ സർവീസസിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് മണി ടേംസിൽ പറയാൻ പറ്റില്ല. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് സർവീസ് ഓഫ് ഹൗസ് വൈഫ്സ് ആണ്. ഹൗസ് വൈഫിൻ്റെ, അതായത് വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ ജോലികൾ എന്ന് പറയുന്നത് സർവീസാണ്. പക്ഷേ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മോണിറ്ററി ട്രാൻസാക്ഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോൺ മോണിറ്റൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഒരു നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ ഒരു ഡിഫിക്കൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡിഫിക്കൽറ്റി ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്ന എമൗണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് എക്സാമ്പിൾസ് ആണ് ലോ ആൻഡ് ഓർഡർ, അതുപോലെ ജസ്റ്റിസ്, ഡിഫൻസ്, മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്, പോലീസ്, അങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡർ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന സ്പെൻഡിങ്ങും എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതും നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. നെക്സ്റ്റ് 10th പോയിന്റ്, ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അത് നമ്മൾ നേരത്തെ ഒരു പോയിന്റിൽ കണ്ടു. അപ്പാർട്ട് ഫ്രം ദ പ്രോബ്ലം ഓഫ് നോട്ട് കീപ്പിംഗ് അക്കൗണ്ട്സ്, അത് ഹൗസ് ഹോൾഡ്സ് സാധാരണയായിട്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഏജൻസീസിലും ഇതുപോലെയുള്ള ഡാറ്റ കൃത്യമായിട്ട് ഉണ്ടാവണമെന്നില്ല. ഒഫീഷ്യൽ ഏജൻസീസിൽ ഇപ്പോൾ എക്സ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഡാറ്റ വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വേണം, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വേണം, അതുപോലെ തന്നെ എക്സ്പോർട്ട് വേണം. ഇതും ഒഫീഷ്യൽ ഏജൻസീസ് അതിനെക്കുറിച്ച് അത്രയും ഡാറ്റ കീപ്പ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരണമെന്നില്ല. നെക്സ്റ്റ് വൺ, പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് ആണ്. പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമോഡിറ്റി, ഇറ്റ് മീൻസ് എ കമോഡിറ്റി ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് മോർ ദാൻ വൺസ്. ഒരു കമോഡിറ്റിയുടെ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ വരാം. അതായത് ഒരു ഗുഡ് റോ ആയിട്ടിരിക്കുന്ന സ്റ്റേജിലും, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡായിട്ടിരിക്കുന്ന സ്റ്റേജിലും അതിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡ് വെച്ചുകൊണ്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോഴും അതിൻ്റെ വാല്യൂ അവിടെയുണ്ട്. പക്ഷേ ഓൾറെഡി അതിൻ്റെ വാല്യൂ അത് റോ ആയിട്ടിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോൺ നമ്മൾ എടുക്കുകയാണ്, അപ്പോൾ കോൺ എന്നുള്ളത് ഇപ്പോൾ ചോളം ഒരു റോ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഉണ്ട്. ഇത്ര കിലോയ്ക്ക് ഇത്ര, അല്ലെങ്കിൽ ഇത്ര ടണ്ണിന് ഇത്ര എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ആ കോൺ വെച്ചുകൊണ്ട് വേറൊരു ഫൈനൽ പ്രൊഡക്റ്റ്, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, ഒരു ബേക്കറി പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അതിനും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആ കോണിൻ്റെ വാല്യൂ അവിടെ വന്നു കഴിഞ്ഞു. കോണിൻ്റെ വാല്യൂ ഓൾറെഡി അവിടെ ചാർജ് ചെയ്തു, നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞു. ബട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലും വീണ്ടും അതിൻ്റെ വാല്യൂ വരികയാണ്. അപ്പോൾ അതാണ് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. രണ്ട് സ്ഥലത്ത് ആ വാല്യൂ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്, കമ്പ്യൂട്ടേഷൻ വീണ്ടും വരികയാണ്. അപ്പോൾ അത് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ഇതും നാഷണൽ ഇൻകം കാൽക്കുലേഷനിലുള്ള ഒരു പ്രോബ്ലം, ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആണ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി അറൈസസ് ഡ്യൂ ടു ദ ഇൻക്ലൂഷൻ ഓഫ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഇൻ നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡിസൈഡ് വെദർ ദ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് ഇൻ അക്കൗണ്ട് ഓഫ് പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, ഇൻട്രസ്റ്റ് or loans etc. should be considered in national income estimate. The way to solve this difficulty is considered only the disposable income of the individual by subtracting all transfer payment from personal income. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വരുന്നത്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസുകൾ, സ്കോളർഷിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ വരുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേഷന് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, ഒരു നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഒരു ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഏത് മാത്രമാണ് കുറച്ചും കൂടെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്? ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ മാത്രം കാൽക്കുലേഷൻ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള റിമൈനിങ് ഇൻകം ആണ്. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻകം ആണ് ഡിസ്പോസിബിൾ ഇൻകം. അത് മാത്രമാണെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും.
13th point, difficulties in underdeveloped countries. നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയുടെ അൺഅവൈലബിലിറ്റി ആണ് നമുക്കിവിടെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം. അപ്പോൾ അതും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ നമ്മൾ 13 പോയിൻറ്റ്സ് കണ്ടു. അപ്പോൾ അതിൽ എല്ലാ പോയിൻറ്റ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10 പോയിൻ്റെങ്കിലും മാക്സിമം നോക്കുക, മാക്സിമം പഠിക്കണം. അപ്പോൾ അതിൽ നാഷണൽ ഇൻകം ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകത്തിൽ വരുന്ന ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വരുന്നതാണ് ഡിഫിക്കൽട്ടീസ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, ഇനി നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നോക്കാം. അതോടുകൂടി നാഷണൽ ഇൻകത്തിൻ്റെ ആ ഒരു പാർട്ട് അവസാനിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.